ഇന്ന് കർക്കിടക വാവ്. ത്രിമൂർത്തി സംഗമവേദിയായ തിരുനാവായയിൽ പിതൃതർപ്പണ പുണ്യം തേടിയെത്തിയത് ആയിരങ്ങൾ. പുലർച്ചെ 2 മുതൽ നിളാതീരത്തെ ബലിതർപ്പണ കടവിൽ 15 മുഖ്യ കാർമ്മികളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. മൺമറഞ്ഞുപോയ പിതൃക്കൾക്കായി 10,000 ബലിതർപ്പണം നടത്തി. പിതൃബലിതർപ്പണത്തിന് ഏറ്റവും പ്രശസ്തമായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ബലിതർപ്പണം പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 15 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി എന്നു തുടങ്ങുന്ന ജപം. നിളയിലെ പുണ്യതീർത്ഥത്തിൽ സപ്തനദികളുടെയും സാന്നിധ്യമുണ്ടാകണേ എന്ന പ്രാർത്ഥന. അന്നവും പൂവും വെള്ളവും സ്വീകരിച്ച് പിതൃമോക്ഷ പ്രാപ്തിക്കായുള്ള സമർപ്പണം. തിരുനാവായയിലെ പിതൃഘട്ടങ്ങളിൽ ജപമായി ഉയരുന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ. വിവിധ നാടുകളിൽ നിന്ന് തെക്കൻ കാശിയിലെത്തി പിതൃക്കളുടെ മോക്ഷം തേടി അവർ ആ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിനു മുൻപിലെ നിലയുടെ കടവുകളിൽ ഇന്നു പുലർച്ചെ 2-ന് തന്നെ കർക്കടക വാവുബലി ആരംഭിച്ചു. ഇന്നലെ രാത്രി തന്നെ ക്ഷേത്ര പരിസരത്ത് 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. ഇവർക്കുള്ള താമസ സൗകര്യവും ഭക്ഷണവും ദേവസ്വം ഒരുക്കിക്കൊടുത്തിരുന്നു. കർക്കിടകവാവ് ദിവസമായ ഇന്ന് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ക്ഷേത്രക്കടവിൽ ബലിയിടുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 2 മണി മുതലാണ് ബലിതർപ്പണം തുടങ്ങിയത്. ക്ഷേത്രത്തിലെ അംഗീകൃത 15 കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നിട്ടുള്ളത്. ഇപ്പോഴും ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഉച്ച വരെ ബലിതർപ്പണം നീണ്ടുപോകും. ഈ ഭക്തജനങ്ങളെ ഇത്രയധികം ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുനാവായ തെക്കൻ കാശി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ദേശീയ മഹാത്മാൻ നേതാക്കന്മാരുടെ അടക്കമുള്ള ആളുകൾ ചിതാഭസ്മം ഏറ്റുവാങ്ങിയിട്ടുള്ള പുണ്യഭൂമി കൂടിയാണ് തിരുനാവായ. അതുകൊണ്ട് തന്നെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇത്ര അധികം പ്രാധാന്യത്തോടു കൂടി ഭക്തജനങ്ങൾ വരുന്നത് അവരുടെ സൗകര്യാർത്ഥം അവർക്ക് സുഗമമായി ബലി ചെയ്തു പോകുന്നതിനാവശ്യമായ എല്ലാ സംവിധാനവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദേവസ്വം ഏർപ്പെടുത്തിയ 15 മുഖ്യ കർമ്മിമാരാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. പുഴയിലിറങ്ങി കുളിക്കേണ്ടതിനാൽ അഗ്നിരക്ഷാസേനയും സേവാഭാരതി ഉൾപ്പെടെ സന്നദ്ധ സേവകരുടെയും സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ബോട്ടും കടവിൽ സജ്ജമായിരുന്നു. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസും വൻ സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 300ഓളം സേനാംഗങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പിതൃപുണ്യം തേടി പുണ്യമായ തിരുനാവായ നദീതീരത്ത് ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ബലിയിടുന്നതിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000 കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പുലർച്ചെ മുതലാണ് തിരുനാവായ ബലിതർപ്പണ കടവിൽ ബലിയിടിയിൽ ആരംഭിച്ചത്. 15 കർമ്മികളുടെ നേതൃത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ക്യാമറ പേഴ്സൺ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.